അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓരോ മുസ്ലിമിൻ്റെയും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയാണല്ലോ നിസ്കാരം. എന്നാൽ പലപ്പോഴും അറിയാതെയാണെങ്കിലും ചില ചെറിയ പിഴവുകൾ നമ്മുടെ നിസ്കാരത്തിന്റെ ഫലത്തെ ബാധിക്കാറുണ്ട്. ഇന്ന് യാസീൻ മീഡിയയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് നിസ്കാരത്തിൽ നാം ഒഴിവാക്കേണ്ട പ്രധാനപ്പെട്ട 10 കാര്യങ്ങളെക്കുറിച്ചാണ്. വീഡിയോ മുഴുവനായും കാണുക. നമ്മുടെ നിസ്കാരം കൂടുതൽ പരിപൂർണമാക്കാൻ ഇത് സഹായിക്കും. അനാവശ്യമായ ചലനങ്ങൾ. നിസ്കാരത്തിനിടയിൽ വസ്ത്രം ശരിയാക്കുകയോ ചൊറിയുകയോ ഇടയ്ക്കിടെ കൈകൾ മാറ്റുകയോ ചെയ്യുന്നത് നിസ്കാരത്തിന്റെ ഏകാഗ്രത നഷ്ടപ്പെടുത്തും. തുടർച്ചയായ 3 ചലനങ്ങൾ നിസ്കാരം ബാത്തുലാക്കാൻ, അതായത് അസാധുവാക്കാൻ കാരണമായേക്കാം. റുകൂയിലും സുജൂദിലും അല്പനേര അടങ്ങിയിരിക്കുക എന്നത് നിസ്കാരത്തിന്റെ നിർബന്ധ ഘടകമാണ്. തുമഅ്നീനത്ത്. കോഴി കൊത്തുന്നതുപോലെ വേഗത്തിൽ നിസ്കരിക്കുന്നത് ഒഴിവാക്കണം. നോട്ടം എവിടെയായിരിക്കണം? നിസ്കരിക്കുമ്പോൾ സുജൂദ് ചെയ്യുന്ന ഇടത്തേക്കായിരിക്കണം നമ്മുടെ നോട്ടം. മുകളിലേക്കോ വശങ്ങളിലേക്കോ നോക്കുന്നത് നിസ്കാരത്തിന്റെ മര്യാദയ്ക്ക് നിരക്കാത്തതാണ്. വസ്ത്രധാരണത്തിലെ ശ്രദ്ധ. ഔറത്തു മറയുന്ന രീതിയിലുള്ള വസ്ത്രമായിരിക്കണം ധരിക്കേണ്ടത്. നിസ്കാരത്തിനിടയിൽ വസ്ത്രം നീങ്ങുകയും ഔറത്ത് വെളിവാകുകയും ചെയ്യുന്നത് ശ്രദ്ധിക്കണം. സുജൂദിലെ അവയവങ്ങൾ. നെറ്റി, 2 കൈപ്പത്തികൾ, 2 മുട്ടുകൾ, 2 കാൽവിരലുകൾ എന്നിവ ഭൂമിയിൽ സ്പർശിച്ചിരിക്കണം. ഇതിലേതെങ്കിലും ഒന്ന് ഉയർന്നു നിൽക്കുന്നത് നിസ്കാരത്തെ ബാധിക്കും. ഇമാമിനേക്കാൾ മുൻപേ നീങ്ങുക. ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഇമാം ചെയ്യുന്നതിനു മുൻപേ റുകൂയിലേക്കോ സുജൂദിലേക്കോ പോകുന്നത് വലിയ പിഴവാണ്. കൈകൾ വയ്ക്കുന്ന രീതി. സുജൂദ് ചെയ്യുമ്പോൾ കൈമുട്ടുകൾ തറയിൽ മുട്ടിക്കുന്നത് പലരും വരുത്തുന്ന തെറ്റാണ്. കൈമുട്ടുകൾ ഉയർത്തിവെക്കണം. ശ്വാസം വിടുന്നതിലെ ശബ്ദം. നിസ്കാരത്തിൽ അനാവശ്യമായി ശബ്ദമുണ്ടാക്കുന്നതോ ഉറക്കെ ശ്വാസം വിടുന്നതോ ഒഴിവാക്കണം. ഫാത്തിഹ ഓതുന്നതിലെ തെറ്റുകൾ. അക്ഷരസ്ഫുടതയോടെ ഫാത്തിഹ ഓതുക എന്നത് നിർബന്ധമാണ്. അർത്ഥം മാറുന്ന രീതിയിലുള്ള ഉച്ചാരണ പിഴവുകൾ വരാതെ ശ്രദ്ധിക്കണം. നിസ്കാരത്തിന് ശേഷമുള്ള തിടുക്കം. സലാം വീട്ടിയ ഉടനെ എഴുന്നേറ്റോടാതെ അല്പനേരം ദിക്റുകളിലും ദുആയിലും ഏർപ്പെടുന്നത് നിസ്കാരത്തിന്റെ പൂർണ്ണതയ്ക്ക് അത്യാവശ്യമാണ്. നമ്മുടെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ അത് കൃത്യമായ മര്യാദകളോടെ നിർവഹിക്കേണ്ടതുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മളിൽ ആർക്കെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് തിരുത്താൻ ശ്രമിക്കുക. അല്ലാഹു നമ്മുടെ ആരാധനകൾ സ്വീകരിക്കട്ടെ. ഈ അറിവ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി യാസീൻ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം.